പറയുന്നത് ആണവായുധം ഈ ഭീകരരാഷ്ട്രത്തിന്റെ കൈവശം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണല്ലോ. അപ്പോൾ ഇത് ആണവ നിർവ്യാപനം സാധ്യമായിട്ടുണ്ട് ഇതിനകമെങ്കിൽ പിന്നെ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തേണ്ട ആവശ്യമുണ്ടോ? അതുപോലെ തന്നെ ട്രംപിന്റെ ആ ഒരു പ്രഖ്യാപനത്തിൽ ഇത് അമേരിക്കൻ ജനതയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ ആക്രമണം എന്ന് പറയുമ്പോൾ അത് ദീർഘദൂര മിസൈൽ പരീക്ഷണം നടത്തും, മിസൈലുകൾ വികസിപ്പിച്ചെടുക്കും, ദീർഘദൂര മിസൈലുകൾ. അതാണോ ട്രംപ് ഉദ്ദേശിക്കുന്നത്? അമേരിക്കയെ നേരിട്ട് ആക്രമിക്കുന്ന രീതിയിൽ ഇറാൻ ആ രീതിയിലുള്ള മിസൈൽ രൂപകൽപ്പനയിലേക്ക് പോകുന്നു എന്നുള്ളതാണോ ട്രംപിന്റെ ഈ പ്രഖ്യാപനം അത് വെച്ച് നോക്കുമ്പോൾ തോന്നുന്നത്? അങ്ങനെയാണോ? മഞ്ജുഷേ, രണ്ട് കാര്യങ്ങളിൽ ഒരു കാര്യമോ സത്യമാകാൻ പാടുള്ളൂ. അതായത് പ്രസിഡന്റ് ട്രംപിന്റെ വാചകം തന്നെ നമ്മൾ കടമെടുക്കുകയാണെങ്കിൽ, അമേരിക്കയിൽ തന്നെ കടമെടുക്കുകയാണെങ്കിൽ, അദ്ദേഹം ഫ്യൂ മന്ത്സിന് മുമ്പ് ഇവിടെ ഡിക്ലെയർ ചെയ്ത് അല്ലെ വേൾഡിനോട് ഡിക്ലെയർ ചെയ്തിരുന്നായിരുന്നു ഇറാന്റെ ന്യൂക്ലിയർ ആണവശേഷി ഒബ്ലിറ്ററേറ്റ് ചെയ്തു എന്നാണ്. എല്ലാ യുറേനിയവും മറ്റു കാര്യങ്ങളും ബോംബും എല്ലാം നശിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. അത് കംപ്ലീറ്റ് ഡിവാസ്റ്റേഷൻ എന്നായിരുന്നു പറഞ്ഞത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 2 ദിവസം മുമ്പ് അതിൻ്റെ ഒരു രണ്ടാഴ്ചയ്ക്ക് മുമ്പ് നമ്മൾ ബിൽഡപ്പ് കണ്ടു. നമ്മൾ ചർച്ചയിൽ ഇരുന്നപ്പം ബിൽഡപ്പ് കണ്ടു, അമേരിക്കയും സഖ്യകക്ഷികളും ബിൽഡപ്പ് ചെയ്ത് കണ്ടു. അതിനുശേഷം ഇന്നലെ ടോണ് മാറിയത് ഈ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിനകത്ത് വന്നപ്പം ഒരു സ്റ്റേറ്റ് ഓഫ് ദ യൂണിയനകത്ത് ഒരു ടോൺ ഉണ്ടായിരുന്നു, ഒരു ഇൻഡിക്കേഷൻ തന്നിരുന്നു. എന്നാൽ ഇന്നലെ അദ്ദേഹം പറഞ്ഞത് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈല് ഏത് മൊമെന്റിലും ഏത് നിമിഷവും അമേരിക്കയിൽ വരാം, ഐ വോണ്ട് ലെറ്റ് ഇറ്റ് ഹാപ്പൻ എന്നാണ് പറഞ്ഞത്. അപ്പം ക്വസ്റ്റ്യൻ ഇതാണ്, ഒന്നെങ്കിൽ അന്ന് പറഞ്ഞത് തെറ്റാണ്, അല്ലെങ്കിൽ ഇന്നലെ പറഞ്ഞത് തെറ്റാണ്. ഇത് ഏതെങ്കിലും ഒന്നോ ശരിയാവത്തുള്ളൂ. വ്യത്യസ്തമായിട്ട് പറയാനുള്ള ഒരു കാര്യമുണ്ട്. 6 കാര്യങ്ങളുണ്ട്. സാധാരണ ഒരു ഇതിനു മുമ്പ് വെനസ്വേലയിൽ നടന്നു, അല്ലെങ്കിൽ ഇറാഖിൽ നടന്നു, അല്ലെങ്കിൽ മറ്റു പല കഴിഞ്ഞ ഫ്യൂ മന്ത്സ് മുമ്പ് ഇസ്രായേൽ ഇറാഖിനെ സ്ട്രൈക്ക് ചെയ്തപ്പോഴും അതുമായിട്ട് കമ്പയർ ചെയ്യുവാണ്